ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ വൺസ് അഗെയിൻ. ട്രാവൽ തുമ്പി അങ്ങനെ ഇറ്റലിയിലൂടെ സഞ്ചാരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മിലാനിലായിരുന്നു. മിലാൻ സെൻട്രൽ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇറ്റലിയിലെ മറ്റൊരു സിറ്റിയിലോട്ടാണ് പോകുന്നത്. ഒരു വലിയ സ്റ്റേഷൻ തന്നെയാണ് ഈ സെൻട്രൽ സ്റ്റേഷൻ. നിരവധി സ്ഥലങ്ങളിലേക്ക്, അതായത് ഇറ്റലിയിലെ തന്നെ സ്ഥലങ്ങളിലേക്കും അതുപോലെ തന്നെ സമീപ രാജ്യങ്ങളായ ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, അതുപോലെ സ്ലൊവേനിയ, ജർമ്മനി, അങ്ങനെ യൂറോപ്പിൻ്റെ പല ഭാഗത്തേക്കും ട്രെയിനുകൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേഷൻ തന്നെയാണ് ഈ മിലാനിലെ സെൻട്രൽ സ്റ്റേഷൻ. മിലാനോ സെൻട്രൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇറ്റലിയിലെ മനോഹരമായൊരു സ്ഥലം. ഏതൊരു സഞ്ചാരിയും ഇറ്റലിയിൽ വന്നാൽ തീർച്ചയായും പോകുന്നൊരു സ്ഥലം തന്നെയാണ്. അതെ, കുറേ നാളുകളായി ഞാനും സ്വപ്നം കണ്ട ഒരു സ്ഥലം, ഇറ്റലിയിലെ വെനീസ്. വെനീസിലേക്ക് നമുക്കൊന്ന് പോയി വന്നാലോ? We are heading to Venice from Milan. തേജു ഉറങ്ങിപ്പോയിട്ടോ, ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങി. ഇല്ലേ, ഉറങ്ങിയിട്ടില്ലേ? മിലാൻ സെൻട്രൽ സ്റ്റേഷൻ പിന്നിട്ടിട്ട് ഇപ്പോൾ കുറച്ചു നേരമായി. മിലാൻ്റെ സിറ്റി സെൻറ്റർ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഗ്രാമീണ മേഖലകൾ എന്ന് പറയുമ്പോൾ കൃഷിസ്ഥലങ്ങൾ, പാടങ്ങൾ, അതുപോലെ വൈൻയാർഡ്സ്. ഇറ്റലി വൈനുകളുടെ പ്രസിദ്ധമായ ഒരു രാജ്യമാണല്ലോ, അതുകൊണ്ട് നിരവധി വൈൻയാർഡ്സ് ഇവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വെനീസ് എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ എൻ്റെ മനസ്സിൽ കയറിയ ഒരു പട്ടണത്തിൻ്റെ പേരാണ്. കാരണം നമ്മൾ പ്രൈമറി ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്, ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്നാണ് പറയുന്നതെന്ന്. അന്നു മുതലേ മനസ്സിൽ കടന്നുകൂടിയ ഒരു സങ്കല്പമാണ് എന്തായിരിക്കും അപ്പോൾ ശരിക്കുമുള്ള വെനീസ്. അതുപോലെ ഏതൊരു ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ഒരു പ്രോസ് പഠിച്ചിട്ടുണ്ട്, മെർച്ചൻ്റ് ഇൻ വെനീസ്. അതിലൊക്കെ വെനീസിൻ്റെ ഭാഗങ്ങൾ, വെനീസിൻ്റെ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു. ഇന്നിതാ ആ വെനീസിനെ നേരിട്ട് കാണാൻ പോവുകയാണ്. അതിൻ്റെ ശരിക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വെനീസ് നഗരത്തെ ശരിക്കും ഒന്ന് ആസ്വദിക്കണമെങ്കിൽ നമുക്കൊരു ദിവസം പോരട്ടോ. അതായത് നമ്മൾക്ക് ആ ജലനഗരിയിൽ ചെന്നിട്ട് അവിടെയുള്ള കനാലുകളിലൂടെ സഞ്ചരിച്ച് കനാലിൻ്റെ ഇരുവശങ്ങളിലുള്ള ബിൽഡിങ്ങുകളുടെ വാസ്തുവിദ്യകളെല്ലാം ആസ്വദിച്ച് നടക്കണമെങ്കിൽ നമുക്ക് 1-2 ദിവസം എടുക്കും. പക്ഷേ നമുക്കൊരു ഡേ ട്രിപ്പായിട്ട് നമുക്ക് വെനീസിലേക്ക് പോകാം. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എങ്ങനെ ബസ്സിന് പോകണോ, കാറിന് പോകണോ, അല്ലെങ്കിൽ ട്രെയിന് പോകണോ എന്നുള്ളത്. അതിലേറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് മിലാനിൽ നിന്ന് ട്രെയിനിലേക്കുള്ള ഞങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെയുള്ള യാത്ര. 2 രീതിയിലുള്ള ട്രെയിനാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ലോക്കൽ ട്രെയിൻ ഉണ്ട്, അത് കുറച്ച് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. എക്സ്പ്രസ് ട്രെയിൻ ആണെങ്കിൽ ഒരാൾക്ക് 40 യൂറോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് സമയലാഭമുണ്ട്, കാരണം 2.5 മണിക്കൂർ കൊണ്ട് മിലാനിൽ നിന്ന് വെനീസിലേക്ക് എത്തും. എക്സ്പ്രസ് ട്രെയിൻ ആണെങ്കിൽ ലോക്കൽ ട്രെയിൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 4 മണിക്കൂർ വരെയും ചിലപ്പോൾ സമയം എടുത്തേക്കാം. മിലാനിൽ നിന്ന് 1-2 സ്റ്റേഷനൊക്കെ പിന്നിട്ട് ഇപ്പോൾ നമ്മൾ വെറോണ എന്നൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നോർത്തേൺ ഇറ്റലിയിലെ ഒരു പ്രധാനപ്പെട്ട നഗരം തന്നെയാണ് വെറോണ. നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ യാത്രാമധ്യേ തന്നെ, അതായത് പലരും മിലാനിൽ നിന്ന് വെനീസിലേക്ക് പോകുമ്പോൾ വെറോണയിൽ ഇറങ്ങി അവിടെയുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം പിന്നീട് വെനീസിലേക്ക് പോകുന്നവരുമുണ്ട്. ഈ സമയമായപ്പോഴേക്കും തേജു നന്നായിട്ട് ഉറങ്ങി. കാരണം നല്ലൊരു സൗകര്യമുള്ള ട്രെയിൻ തന്നെയാണ്, അധികം തിരക്കില്ലാത്തത് ചിലപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും. ഞങ്ങൾ രാവിലെ 10 മണിയുടെ ട്രെയിനാണ് എടുത്തത്. അതിരാവിലെയുള്ള ട്രെയിനുകളിൽ ചിലപ്പോൾ തിരക്കുണ്ടാവും, കാരണം വെനീസിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പരമാവധി കാഴ്ചകൾ അവിടെയുള്ള കാഴ്ചകൾ കാണാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും രാവിലെയുള്ള ട്രെയിനുകളായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. എന്തായാലും നല്ല സുഖകരമായ യാത്ര തന്നെയാണ് ഈ എക്സ്പ്രസ് ട്രെയിൻ നമുക്ക് തരുന്നത്. ലൊംബാർഡി, വെനറ്റോ തുടങ്ങിയ അതിമനോഹരമായ ഗ്രാമപ്രദേശങ്ങളൊക്കെ പിന്നിട്ട് നമ്മളിപ്പോൾ വിച്ചെൻസ എന്നൊരു പട്ടണത്തിലെത്തിയിരിക്കുകയാണ്. വെറോണ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണം തന്നെയാണ് വിച്ചെൻസ. അതിമനോഹരമായ മ്യൂസിയങ്ങളും ആർട്ട് ഗാലറിയും അതുപോലെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും എല്ലാം അടങ്ങിയ ഒരു പട്ടണം തന്നെയാണ് വിച്ചെൻസ. ഇറ്റലിയിലെ 3ാമത്തെ വലിയ വ്യാവസായിക നഗരം കൂടിയാണിത്. 10,000-കണക്കിന് ആളുകൾ ഇവിടെ തുണിത്തരങ്ങളുടെയും അതുപോലെ ഉരുക്ക് വ്യവസായങ്ങളുടെയും അങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെട്ടു വരുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. ട്രെയിൻ അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ തേജ് വീണ്ടും ഒന്ന് ഉഷാറായി. അവൻ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സന്തോഷിച്ചിരിക്കുകയാണ്. വലിയ വിൻഡോ ആണല്ലോ, അപ്പോൾ നല്ലൊരു കാഴ്ച, പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നിന്ന് ഭയങ്കര അത്ഭുതത്തോടെ കാണുകയാണ് ഓരോ കാഴ്ചകളൊക്കെ. കണ്ടുപിടിക്കട്ടെ അല്ലേ, ഇപ്പോഴേ അവൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ലോകത്ത് കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് അങ്ങോട്ട് അറിയട്ടെ. എന്നിട്ട് അവൻ വലുതാവുമ്പോൾ ഒരു വലിയൊരു സഞ്ചാരിയായി മാറട്ടെ.
അപ്പോൾ വെനീസ് എത്താറായി. വെനീസിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേഷൻ വെനീസ് മെസ്ട്രേ, അതാണ് വെനീസിലേക്കുള്ള യാത്രയിലെ ലാസ്റ്റത്തെ ലാൻഡിലുള്ള സ്റ്റേഷനാണ് വെനീസ് മെസ്ട്രേ. വെനീസ് മെസ്ട്രേ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ സെൻറ്റ് ലൂഷ്യ. അപ്പോൾ അത് ഒരു കടൽപ്പാലത്തിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ലാൻഡിലുള്ള ലാസ്റ്റ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അവിടേക്ക് എത്തുന്നുള്ളൂ വെനീസ് മെസ്ട്ര. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വെനീസിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ട്രെയിനിൻ്റെ അകത്തായതുകൊണ്ടാണ് എനിക്ക് അധികം ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാലോ, നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ യാത്രക്കാരുടെ കാര്യങ്ങളും കൂടി പരിഗണിക്കണം. അപ്പോൾ ഞാനൊന്നുകൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ വെനീസ് മെസ്ട്രേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെസ്ട്രേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വെനീസിലേക്ക് പോകുന്ന വഴിക്ക് ലാൻഡിലുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ അവസാനത്തെ സ്റ്റേഷൻ എവിടെയാണെന്ന്. ശരിക്കും ഇത് കുറേ ഐലൻഡുകൾ ചേർന്നാണല്ലോ വെനീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഈ മെസ്ട്രേ എന്നുള്ള സ്റ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പിന്നെ ഒരു കടൽപ്പാലത്തിലൂടെ കടന്നിട്ട് വേണം നമ്മൾ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനായ സെൻറ്റ് ലൂഷ്യയിലേക്ക് എത്താനായിട്ട്. സെൻറ്റ് ലൂഷ്യയാണ് ശരിക്കും വെനീസിൻ്റെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ. അത് ലാൻഡിലല്ല, അതിങ്ങനെ ഒരു കടൽപ്പാലത്തിലൂടെ കടന്നിട്ട് ഒരു ഐലൻഡിലാണ് ഉള്ളത്, മെയിൻ ലാൻഡിലല്ല. അങ്ങനെ നമ്മളിതാ സെൻറ്റ് ലൂഷ്യ റെയിൽവേ സ്റ്റേഷനിലെത്തി, അതായത് വെനീസിലെത്തിയിരിക്കുന്നു. ഇനി വെനീസിലെ കാഴ്ചകളാണ് കേട്ടോ. കൃത്യം 12:30-ക്കാണ്, അതായത് 10 മണിക്ക് മിലാനിൽ നിന്ന് കയറിയിട്ട് 2.5 മണിക്കൂർ കൊണ്ട് തന്നെ ഈ എക്സ്പ്രസ് ട്രെയിൻ ഞങ്ങളെ വെനീസിലെത്തിച്ചു. ആദ്യം തന്നെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ആ വലിയ കനാലിൻ്റെ ഇരുവശത്തുമുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നടന്നതിന് ശേഷമാണ് ഇനി ശരിക്കുമുള്ള കാഴ്ചകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെനീസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലോട്ട് കയറണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അതായത് ആ ഒരു എൻട്രൻസ് ഫീ പോലെ ഇവിടെ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. 10 യൂറോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും കൂടി 20 യൂറോ ഞങ്ങളത് ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ഇവിടുന്ന് ഒരു ബോട്ട് സർവീസാണ് മെയിനായിട്ട്. എല്ലാവരും സെൻറ്റ് മാർക്ക് സ്ക്വയറിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ആ ബോട്ട് സർവീസിനെ അറിയപ്പെടുന്നത് വാപ്രറ്റോ എന്നാണ്. അപ്പോൾ വാപ്രറ്റോ കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ. അങ്ങനെ ആലപ്പുഴ നമ്മുടെ കിഴക്കിൻ്റെ വെനീസിൽ നിന്ന് യഥാർത്ഥ യൂറോപ്പിലെ വെനീസിലേക്ക് എത്തിയ കണ്ടപ്പോൾ അങ്ങനെ വാപ്രറ്റോ കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല, ഇന്ന് വാപ്രറ്റോ സർവീസുകൾ നടത്തുന്നില്ല ഒരു പ്രത്യേക സമയം വരെ. അതായത് അവർക്ക് എന്തോ ഒരു സ്ട്രൈക്കാണ്. ആ സ്ട്രൈക്ക് കൊണ്ട് ഒരു വൈകുന്നേരം വരെയുള്ള സർവീസുകളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവം ഇവിടെയുണ്ടോ ഈ സ്ട്രൈക്കും കാര്യങ്ങളും? സ്ട്രൈക്കുകളുടെ നാടുകളിൽ നിന്നാണല്ലോ നമ്മൾ ഈ വരുന്നത്, അവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ യൂറോപ്പിലും ഉണ്ട് ഇത്തരത്തിലുള്ള യൂണിയനുകളും അതുപോലെ തന്നെ സ്ട്രൈക്കുകളും. എന്തായാലും വേറെ മാർഗമില്ല. റോഡ് മാർഗമാണെങ്കിൽ നമുക്ക് അടുത്ത റോഡ് അന്വേഷിച്ച് പോകാമായിരുന്നു. ഇവിടെ അങ്ങനെയില്ല, കനാലുകളാണുള്ളത്. അതുകൊണ്ട് ആളുകൾ നടന്നു തന്നെയാണ് സെൻറ്റ് മാർക്സിലോട്ട് പോകുന്നത്. എന്തായാലും ഇതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം നമുക്ക് നടന്നു തന്നെ വെനീസിലെ കാഴ്ചകൾ കാണാം. അതുകൊണ്ട് പ്രധാനപ്പെട്ട പാലമൊക്കെ കയറി ഞങ്ങൾ ആളുകൾ നടക്കുന്നതിൻ്റെ പുറകെ തന്നെ ഞങ്ങളും നടന്നു. അങ്ങനെ സെൻറ്റ് മാർക്ക് സ്ക്വയർ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഇടയിലുള്ള കാഴ്ചകളൊക്കെ കാണാമല്ലോ. ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ വെനീസിൻ്റെ സെൻട്രലിൽ പോകണമെന്നുണ്ടെങ്കിൽ സാധാരണ ബോട്ട് എടുത്ത് എല്ലാവരും പോകാറുള്ളത്. പക്ഷേ ഇന്നെന്ത് അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ബോട്ടും എന്തോ ക്ലോസ്ഡ് ആണ്. സൺഡേ ആണ് ഒന്നാമത്തെ. അപ്പോൾ പിന്നെ അവരെന്തോ ഒരു സ്ട്രൈക്കോ അങ്ങനെ എന്തൊക്കെ ഡിക്ലെയർ ചെയ്തിട്ട് ഇന്ന് ബോട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 20 മിനിറ്റ്സ് നമ്മൾ നടക്കേണ്ടി വരും സെൻട്രലിലെത്താനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കും, പിന്നെ ഒരു പാലം കാണും, അങ്ങനെ വീണ്ടും അടുത്ത സ്ട്രീറ്റിലേക്ക് കിടക്കും. ഇങ്ങനെ നടന്നാണ് നമ്മൾ ഈ അറ്റത്തേക്ക് പോകുന്നത്. അപ്പോഴാണ് ഒരു പാലത്തിന് മുകളിലെത്തിയപ്പോൾ നിരവധി തോണികളൊക്കെ ഇങ്ങനെ അരയന്ന തോണികളും അതുപോലെ ഗൊണ്ടോള പോലുള്ള തോണികളൊക്കെ ഇങ്ങനെ നിരന്ന് വരികയാണ്. അപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞത് അത് ശരിക്കും ഒരു സ്ട്രൈക്ക് ആയിരുന്നില്ല. ഇവരുടെ ഒരു പ്രത്യേക യൂണിയൻ്റെ ആളുകളുടെ ഒരു ഘോഷയാത്ര, ഒരു പ്രൊസഷനായിരുന്നു അത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവരൊരു പ്രത്യേക സമയം വരെ സർവീസുകളൊന്നും നടത്താത്തത്. അപ്പോൾ അത് കാണാനും നല്ല രസമായിരുന്നു. ഞാൻ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ആ ഓരോ ബോട്ടും ഇങ്ങനെ വരുന്നത്, നമ്മുടെ വള്ളംകളിക്കൊക്കെ നിന്ന് നമ്മൾ കാണൂലേ, വള്ളംകളി കാണൂലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അതിന് ആ വള്ളംകളി തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറു തോണികളൊക്കെ തുഴഞ്ഞ് വരാറില്ല ആളുകൾ. അപ്പോൾ അതങ്ങനെ ഉള്ളൊരു കാഴ്ചയായിരുന്നു അവിടെ നിന്ന് എനിക്ക് കിട്ടിയത്.
ഒരു അത്ഭുത നഗരം തന്നെയാണ് വെനീസ്. ശരിക്കും ഒരു സ്വപ്നത്തിലെന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 1500 വർഷങ്ങളായി ഈ നഗരം ഇവിടെയുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു അത്ഭുതം തോന്നും അല്ലേ? 5-ാം നൂറ്റാണ്ടിൽ വടക്കൻ ഇറ്റലിയിൽ നിന്ന് റോമക്കാരുടെ ശത്രുത ഭയന്ന് പലായനം ചെയ്തവരാണ് അഡ്രിയാറ്റിക് കടലിന്റെ കവാടത്തിൽ ഉപ്പുവെള്ളവും അതുപോലെ കൊതുക് നിറഞ്ഞ ചെളിക്കുണ്ടിൽ സൗന്ദര്യം തുളുമ്പുന്ന ഇങ്ങനെയൊരു നഗരം നിർമ്മിച്ചതെന്ന് പറയുമ്പോൾ ആരാണ് അത്ഭുതപ്പെടാത്തത്? കാലം കാത്തുവെച്ച അമൂല്യമായ കലാസൃഷ്ടികളെക്കാൾ വലുതാണ് നഗരത്തിന്റെ ഈ ആനച്ചന്തം തന്നെ. ലഗൂണുകളിൽ ചിതറിക്കൊടുക്കുന്ന 100-ലധികം ദ്വീപുകൾ, 400-ലധികം പാലങ്ങളാൽ ബന്ധിതമാണ് ഈ വെനീസ് എന്ന നഗരം. ചെളിയിൽ മരക്കുറ്റികൾ അടിച്ചു താഴ്ത്തി അടിവാരമിട്ട് അതിനു മുകളിലാണ് ഈ കാണുന്ന വാസ്തുവിദ്യാ വിസ്മയങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരമ്പരാഗത രീതിയിലാണ് ഇപ്പോഴും കെട്ടിട നിർമ്മാണം. ചെങ്കല്ല് നിറത്തിലുള്ള ചുവരുകൾക്കപ്പുറം അതിമനോഹരമായ ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ നമുക്ക് ഓരോ ബിൽഡിങ്ങിലും കാണാൻ പറ്റും. 13 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളിൽ മധ്യകാലഘട്ടത്തിലും നവോത്ഥാന കാലത്തുമായി നിലനിന്ന വെനീഷ്യൻ റിപ്പബ്ലിക് യൂറോപ്പിലെ സാമ്പത്തിക വ്യാപാര നാവിക മേഖലകളിൽ വൻ ശക്തിയായിരുന്നു. ഏഷ്യയിലേക്കുള്ള ഈ കവാടത്തിലൂടെയാണ് പട്ടും ധാന്യങ്ങളും സുഗന്ധദ്രവ്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നത്. വെള്ളത്തിന് മീതെ നിരവധി കെട്ടിടങ്ങൾ, അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഓരോ ചെറിയ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്ന് സ്ക്വയർ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേജുവിനാണെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് വിടാം, കാരണം ഇവിടെ വേറെ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു സൈക്കിൾ പോലും വരാനില്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. അവന് ഓരോരുത്തരെയൊക്കെ കാണുമ്പോൾ, അവിടെ സഞ്ചാരികളെയൊക്കെ പലരെയൊക്കെ കാണുമ്പോൾ അവരെയോട് ഒന്ന് കുശലം പറയാനൊക്കെ അവൻ ശ്രമിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആക്ഷനൊക്കെ കാണിച്ച്. അങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ തന്നെ രസമായിരുന്നു. നല്ല കല്ലൊക്കെ വിരിച്ച് നല്ല വൃത്തിയുള്ള റോഡുകളാണ്, വേറെ അഴുക്കൊന്നുമില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് സുരക്ഷിതമാണ്, ഹൈജീനിക് ആണ്. കുട്ടികളെയൊക്കെ നമുക്ക് നമ്മളുടെ ഒരു കൺവെട്ടത്തുണ്ടായാൽ മതി, ആ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ കാഴ്ചകൾ, അപ്പുറം ഇപ്പുറമുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. കാഴ്ചയുടെ ഒരു വസന്തം തന്നെയാണ് ഈ നടത്തത്തിലൂടെ ഞങ്ങൾക്ക് വെനീസ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് എത്ര നടന്നിട്ടും മടുപ്പൊന്നും തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ഇവിടെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്മാരകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിർമ്മിതിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടെയുള്ള പാലങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ റിയാൽറ്റോ ബ്രിഡ്ജ്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടില്ലേ? കൽജനാലുകളൊക്കെയാണ് ആ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുന്നത്. അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഈ പാലത്തിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കാനായിട്ട് യാത്രക്കാരുടെ മത്സരം തന്നെയാണ്. നമുക്ക് തിരക്കൊഴിഞ്ഞ നേരം അവിടെ കാണാൻ പറ്റില്ല. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തടവുകാരെയൊക്കെ കൊണ്ടുവന്നിരുന്ന, അതായത് യുദ്ധം ഒരു ദിനചര്യ പോലെ കൊണ്ടു നടന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ വെനീസിന്. ആ സമയത്തൊക്കെ തടവുകാരെ ഈ പാലത്തിലൂടെയാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. ഏറ്റവും പ്രസിദ്ധമായ ആ ഒരു പാലത്തിന്റെ സമീപം ഞങ്ങൾ കുറേ നേരം നിന്നു. ബോട്ട് സർവീസ് ഇല്ലാത്തതുകൊണ്ട് നടത്താൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ. പക്ഷെ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വെനീസിന്റെ ഓരോ ഇടനാഴികളിലൂടെ നടന്ന് വെനീസിനെ ശരിക്കും അറിഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ആ നടത്തം. അങ്ങനെ നടന്ന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരറ്റത്തുള്ള സെന്റ് മാർക്ക് സ്ക്വയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനെ പിയാസ സാൻ മാർക്കോ എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു വലിയൊരു സ്ക്വയറാണത്. ഇവിടെയാണ് നിരവധി റെസ്റ്റോറൻറ്റ്സും അതുപോലെ ഒരു കത്തീഡ്രലൊക്കെ ഇവിടെ ഒരറ്റത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ സെന്റ് മാർക്ക് ബസിലിക്ക എന്നാണ് ആ കത്തീഡ്രൽ അറിയപ്പെടുന്നത്. ഒരു കാലത്ത് വെനീസ് റിപ്പബ്ലിക്കിന്റെ സമയത്ത് ഉദ്യോഗസ്ഥരുടെ വീടുകളും ഓഫീസുകളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ നിരവധി സോവിനിയർ ഷോപ്സുകളൊക്കെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ബസിലിക്കയുടെ അകത്തേക്ക് കയറണമെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് മാത്രമേ സന്ദർശനം അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. എന്നാലും ബസിലിക്കയുടെ പുറം കാഴ്ചകളൊക്കെ കണ്ട്, അതുപോലെ തന്നെ പിന്നീട് ഞങ്ങൾ എത്തിയത് ഈ വെനീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കനാലുണ്ട്, ഗ്രാൻഡ് കനാൽ എന്നറിയപ്പെടുന്നത്. അതായത് ഇവിടെ റോഡുകളില്ലല്ലോ, അപ്പോൾ നമ്മുടെ എക്സ്പ്രസ് വേ എന്ന് അറിയപ്പെടുന്ന പോലെ ഇവിടെ അറിയപ്പെടുന്നതാണ് ഏറ്റവും വലിയ കനാലായ ഗ്രാൻഡ് കനാൽ. ഈ ഗ്രാൻഡ് കനാലിൽ നിന്നാണ് പല പല ചെറിയ ചെറിയ കനാലുകളിലോട്ടൊക്കെ നമ്മൾക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ തീരത്തെ കൂടെയൊക്കെ നടന്നു. ക്യാമ്പ് നൈൽ എന്നാണ് ഈ ഒരു ഏരിയനെ അറിയപ്പെടുന്നത്.
പിന്നീട് ഞങ്ങൾ ആ നദിയുടെ തീരത്ത്, നദിയല്ല, ആ ഒരു കനാലിൻ്റെ തീരത്തേക്ക് കൂടി ഇങ്ങനെ നടന്ന്, അവിടെയൊക്കെ നിരവധി ഷോപ്പുകളൊക്കെ ഉണ്ട്. തിരിച്ചു പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ സൈഡിൽ കൂടെയൊക്കെ നടന്ന് കുറച്ച് സോനിയേഴ്സൊക്കെ വാങ്ങിക്കാം. വെനീസിൽ വന്നതല്ലേ, പ്രത്യേകിച്ച് മാഗ്നറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എല്ലായിടത്തും പോയാലും ഞാൻ വാങ്ങിക്കാറുണ്ട്. ഒരു പകൽ സമയത്തെ സന്ദർശനം വെനീസിൽ ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാം. എന്നാലും സ്വിറ്റ്സർലൻഡാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമായതുകൊണ്ട് വെനീസിൽ നിന്ന് ഞങ്ങൾ ഇന്ന് തന്നെ യാത്ര തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് വന്ന പോലെയല്ല, ഇപ്പോൾ ഗൊണ്ടോളയും അല്ലെങ്കിൽ വാപ്പറാറ്റോ എന്ന ആ കനാലിലൂടെ സർവീസ് നടത്തുന്ന ബോട്ടുകളൊക്കെ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ആ ഓളപ്പരപ്പിലൂടെ പോകുമ്പോൾ വെനീസിലെ കാഴ്ചകൾ എന്തു മനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ നടന്നു വന്ന ആ വഴികളൊക്കെ, അല്ലെങ്കിൽ ആ കണ്ട കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ കനാലിലൂടെ സഞ്ചരിച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. വെനീസ് ഒരു അത്ഭുത നഗരം തന്നെയാണ് കേട്ടോ. ശരിക്കും വെനീസിലേക്ക് ഇനിയും വരണമെന്നുണ്ട്. അതുമാത്രമല്ല, ഒത്തിരി ദിവസം, 1-2 ദിവസം ഇവിടെ ചെലവഴിച്ച് കാണാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. അങ്ങനെ ഒരു അവസരം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെനീസിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ബൈ.